മിൻ ബുത്തൂനിഹാ ശറാബ്, തേനീച്ചയുടെ ഉദരത്തിൽ പാനീയമുണ്ട്. ആൺ തേനീച്ചയുടെയോ പെൺ തേനീച്ചയുടെയോ. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹാ, ഇവിടെ മിൻ ബുത്തൂനിഹാ ശറാബ്. എങ്ങനെയാണ് സൃഷ്ടാവിന്റെ ഈ സന്ദേശം നമുക്ക് നിഷേധിക്കുവാൻ സാധിക്കുന്നത്? 24-ാം അധ്യായത്തിലെ 40-ാം വചനത്തിൽ ഔ ഖളുമാത്തിൻ ഫീ ബഹറിൻ ലുജീൻ യഗ്ഷാഹു മൗജുൻ എന്ന് പറയുന്ന വചനങ്ങളുണ്ട്. അതായത് അവിശ്വാസികളുടെ ചെയ്തികൾ ആഴമേറിയ സാഗരത്തിൽ അന്ധകാരങ്ങൾ പോലെയാണ്. ആ അന്ധകാരങ്ങളെ തിരമാലകൾ മൂടുന്നു, അതിന്റെ മീതെയും തിരമാലകൾ, അതിന്റെ മീതെ മേഘങ്ങൾ. അങ്ങനെ ഒന്നിനു മീതെ ഒന്നായി വിവിധ തരം അന്ധകാരങ്ങൾ. ഒരുവൻ തന്റെ കരങ്ങൾ പുറത്തേക്ക് നീട്ടിയാൽ അത് കാണുമാറാകെയില്ല, അത്രയും ഭയാനകമായ അന്ധകാരം ഖുർആൻ പറയുന്നു. രണ്ട് രീതിയിലാണ് ഈ അന്ധകാരം ഉണ്ടാകുന്നത്. ഒന്ന്, പ്രകാശം ജലത്തിൽ വന്ന് പതിക്കുമ്പോൾ അത് 7 നിറങ്ങളായി ചിതറുന്നു. 15-20 മീറ്റർ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ ജലം അതിന്റെ ചുവപ്പ് നിറം വലിച്ചെടുക്കുകയാണ്. ഒരാളുടെ കൈ മുറിഞ്ഞാൽ രക്തത്തിന്റെ ചുവപ്പ് നിറം കാണുവാൻ സാധിക്കുകയില്ല. പിന്നെയും കുറെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ അതിന്റെ ഓറഞ്ച് നിറം വലിച്ചെടുക്കുന്നു. പിന്നെയും ആഴങ്ങളിലേക്ക് പോകുമ്പോൾ മഞ്ഞ നിറം വലിച്ചെടുക്കുന്നു. പിന്നീട് പച്ച നിറം, അവസാനം നീല നിറം. 250-300 മീറ്ററുകളുടെ ആഴങ്ങളിലുള്ള അന്ധകാരത്തെ സംബന്ധിച്ചാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. ആധുനിക സബ്മറൈൻസ്, പ്രഷർ താങ്ങുവാൻ ശക്തിയുള്ള സബ്മറൈൻസ് ഉപയോഗിച്ച് കണ്ടെത്തിയ അന്ധകാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിലാണെങ്കിലും ഈ കാലഘട്ടത്തിലാണെങ്കിലും ഒരു 15-20 മീറ്ററിന്റെ ആഴങ്ങൾക്കപ്പുറം എങ്ങനെയാണ് ഒരു മനുഷ്യന് മുങ്ങുവാൻ സാധിക്കുന്നത്? ഇനി മറ്റൊരു കാരണം കൊണ്ടും ഈ അന്ധകാരം ഉണ്ടാകുന്നു. പ്രകാശം, സൂര്യപ്രകാശം ആദ്യമായി മേഘങ്ങളിൽ തട്ടിച്ചിതറുന്നു. അതിനുശേഷമുള്ള പ്രകാശമാണ് അടിയിലേക്ക് വരുന്നത്. അത് സാഗരത്തിന്റെ ഉപരിഭാഗത്തുള്ള തിരമാലകളിൽ തട്ടിച്ചിതറുന്നു. അതിനുശേഷമുള്ള പ്രകാശമാണ് സാഗരത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നത്. സാഗരങ്ങളുടെ ആഴങ്ങളിൽ ഭീമാകാരങ്ങളായ ഇന്നർ വേവ്സ്, ആന്തരിക തിരമാലകളുണ്ട്. കിലോമീറ്ററുകൾ നീളമുള്ള തിരമാലകൾ, അതിലും തട്ടിച്ചിതറുന്നു. അതിനുശേഷമുള്ള പ്രകാശമാണ് അടിയിലേക്ക് പോകുന്നത്. അന്ധകാരം എന്ന് പറയുന്നത് അതിനും അടിയിലുള്ള അന്ധകാരം. ഇനി ഖുർആന്റെ വിവരണം എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ അന്ധകാരത്തെ തിരമാലകൾ മൂടുന്നു, ഇന്നർ വേവ്സ്. അതിന്റെ മീതെയും തിരമാലകൾ,